വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം വേഗം നമുക്ക് ഈ ഒരു അടിപൊളി സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. അപ്പം നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം അതൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ സവോള, ഇഞ്ചി, ക്യാപ്സിക്കം, കുറച്ച് തക്കാളി, പച്ചമുളക്, മല്ലിയില ഈ വക എല്ലാം ഞാനിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നൈസായിട്ടൊക്കെയാണ് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു 5-8 ബ്രെഡും കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞുറുക്കിയിട്ട് നമുക്ക് ഈ ഒരു ബൗളിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മീഡിയം സൈസ് സവോള ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഞാനിവിടെ ഒരു പച്ചമുളക് നൈസായിട്ട് ഞുറുക്കിയത് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് തക്കാളിക്കായും ക്യാപ്സിക്കമിൻ്റെ പകുതിയും കൂടെ ഞുറുക്കി അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചാട്ട് മസാല അല്ലെങ്കിൽ പാവ് ഭാജി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ള മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ജീരകവും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് ഒരു 2 to 3 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ഓരോരുത്തരുടെ ആ ഒരു നമ്മുടെ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉണ്ടാവും. അപ്പം ഞാനിവിടെ കുറച്ച് ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതാ നോക്കിക്കോളൂ, നമുക്കിതുപോലെ ഒന്ന് ബോൾ ഉരുട്ടുന്ന പരുവത്തിലാവുമ്പോഴത്തേക്കും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു മിക്സ്ഡും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഓയിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഉരുട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ബോൾസ് നമ്മൾ ഓയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഓയിലൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒന്ന് സ്പൂണൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ശേഷം അടിഭാഗത്തു നിന്ന് തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും എല്ലാ ഭാഗം നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പക്കോടയോ അല്ലെങ്കിൽ ബ്രെഡ് ബോൾസോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ ബ്രെഡെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റും പുറമേ നിന്ന് നല്ല ക്രിസ്പി ആണെങ്കിൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് പക്കോട അല്ലെങ്കിൽ ബ്രെഡ് ബോൾസ് ആണ് കേട്ടോ ഇത്. നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ചട്നി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.